ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ പുതിയൊരു ട്രാവൽ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വാട്ടർഫോൾ കാണാനാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. ഈ വാട്ടർഫോൾ കുറേ വർഷങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണിത്. എല്ലാ വീടുകളും മരം ഉപയോഗിച്ചിട്ട് പണിതേക്കുന്ന വീടുകളാണ്. ആ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വാട്ടർഫോളും ഉള്ളത്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് പോകുന്തോറും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും നമ്മുടെ ഒരു സന്തോഷമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ഒരു പാലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മരത്തിൻ്റെ പാലത്തിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്, എന്തൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. അപ്പോൾ ഈ വെള്ളം ചാടുന്നത് കണ്ടോ, ആ വരുന്ന വാട്ടർഫോളിൻ്റെ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നത് അവർ ഇങ്ങോട്ട് ഒഴുക്കി വിടുന്നതാണ് കേട്ടോ. അത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. 1928 ഒരു വാലിയിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അരുവി കാണാണ്ടായി. പിന്നീട് 11 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അരുവി അണ്ടർഗ്രൗണ്ട് റിവർ വഴി ഒഴുകിയിട്ട് ഈ വില്ലേജിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഈ വാട്ടർഫോൾ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർഫോളിൻ്റെ ഭയങ്കര റോറിങ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ സൗണ്ടും അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ദേഹത്ത് തെറിക്കുമ്പോഴുള്ള ആ ഒരു തണുപ്പും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഈ വില്ലേജ് ഫുള്ള് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വില്ലേജും ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ അല്ലേ, നല്ല അടിപൊളി കാഴ്ചയാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു പള്ളിയും കൂടെ ഉണ്ട്. അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു നാച്ചുറൽ സ്പോട്ടാണ് കേട്ടോ ഇത്. ആ വെള്ളം ചാടുന്ന നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അപ്പ അവിടെ നിന്നപ്പോഴത്തേക്ക് അമ്മൂനെ പേടിയായിട്ട് അപ്പനെ വിളിച്ചുകൊണ്ട് വരുന്നതാണ് അവൾ. വാട്ടർഫോളിൻ്റെ സൈഡിലുള്ള ഈ വഴി കൂടെ നമുക്ക് ഈ മലയുടെ മുകളിലോട്ട് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. താഴെ നമ്മളൊരു റിവർ കണ്ടില്ല, റിവറിൻ്റെ സൈഡിലൂടെ നമുക്ക് ഒരു 2 കിലോമീറ്ററോളം നടക്കാൻ പറ്റും. ഈ മലയുടെ മുകളിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ ഈ വില്ലേജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർഫോളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണേ. നോർമലി നമ്മൾ വാട്ടർഫോൾസ് കാണുമ്പോൾ നമുക്ക് ആ വെള്ളം ഒഴുകി വന്നിട്ട് വാട്ടർഫോൾ ആയിട്ട് വീഴുന്നത് നമുക്ക് നോർമലി കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഇവിടെ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കുറേ നാളിത് മിസ്റ്റീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ ഗ്രാമത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് 4 നൂറ്റാണ്ടിൽ ഏറെയായിട്ട് ഇവിടെ കന്നുകാലികളെ ഇവർ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ കുന്നിൻ്റെ മുകളിലോട്ട് മേയാൻ വേണ്ടിയിട്ട് വിടും. അവരെയൊക്കെ ഓട്ടം സീസണിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും അവർ താഴോട്ട് വിളിപ്പിക്കും. അപ്പോൾ അതിവിടെ ഭയങ്കര ഒരു ഷീപ്പ് ഫെയർ ആയിട്ട് ഭയങ്കര ആഘോഷമായിട്ട് ഈ വില്ലേജിൽ നടത്താറുണ്ട്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗുമായി വേറെ ദിവസം കാണാം.